പോറ്റിയെ കേറ്റിയെ പാട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പാർലമെന്റിന് മുന്നിൽ പോലും പാടിയത്. എന്നാൽ ഈ പാട്ട് ആദ്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ പാടിയത് ആരാ? പ്രിയപ്പെട്ട നേതാവ് ശ്രീ PC വിശ്വനാഥ് MLA ആണല്ലേ. അപ്പോൾ ഇന്ന് ലീഡേഴ്സ് മോർണിംഗിൽ അതിഥി എത്തിയിരിക്കുന്നതും ശ്രീ PC വിശ്വനാഥ് തന്നെയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം ഹലോ മലയാളത്തിൽ ലീഡേഴ്സ് മോർണിംഗിലേക്ക്. ശ്രീ PC വിശ്വനാഥ്, ഗുഡ് മോർണിംഗ്, സ്വാഗതം ഹലോ മലയാളത്തിലേക്ക്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇപ്പോൾ UDF ഒരു മഹാവിജയം നേടി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ, അതിനുശേഷം അങ്ങയോട്ട് സംസാരിക്കാൻ പറ്റുന്നത്, ഈ നേരിൽ സംസാരിക്കാൻ പറ്റുന്നത് ആദ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമേ അഭിനന്ദനങ്ങൾ പറഞ്ഞു തുടങ്ങാം. അഭിനന്ദനങ്ങൾ. താങ്ക് യു. ഇപ്പോൾ ഈ പോറ്റിയെ കേറ്റിയെ പാട്ടാണ് വൻ വിവാദമായിട്ട് നിൽക്കുന്നത്. ശ്രീ PC വിശ്വനാഥ്, മനുഷ്യന്മാര് സന്തോഷം വന്നാൽ സ്വാഭാവികമായിട്ടും പാട്ട് പാടും. അത് ഒരു മനുഷ്യനെന്നല്ല, എല്ലാവരും അങ്ങനെ തന്നെയാണ്. പാട്ട് പാടാൻ അറിയാത്തവരും അറിയുന്നവരും ഒക്കെയും പാട്ട് പാടും. അപ്പോൾ ഈ പാട്ട് UDF ഒരു മഹാവിജയത്തിന് വലിയ രീതിയിൽ സഹായിച്ചിട്ടുണ്ട് എന്നൊരു തോന്നലുണ്ടോ അങ്ങക്ക്? UDF ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ വിഷയങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ വെച്ചിരുന്നു. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആശാ വർക്കേഴ്സിൻ്റെ സമരം, അതിനോട് സർക്കാർ എടുത്ത സമീപനം, തീരദേശ മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വന്യമൃഗ ആക്രമണം, കർഷകർ നേരിടുന്ന പ്രതിസന്ധി, നെല്ല് കർഷകർക്ക് അവരുടെ നെല്ല് സമയത്തെടുക്കാത്തത് മൂലമുണ്ടാകുന്ന ദുരിതം, കൊല്ലത്തും ആലപ്പുഴയിലും തിരുവനന്തപുരത്തുമൊക്കെ ആണെങ്കിൽ കശുവണ്ടി മേഖലയിലെ പ്രതിസന്ധി, കയർ മേഖലയിലെ പ്രതിസന്ധി, ആരോഗ്യ മേഖല നമുക്കറിയാം. ഡോക്ടർ ഹാരിസ് ഹസൻ്റെ വെളിപ്പെടുത്തൽ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ ചികിത്സ കിട്ടാതെ ഓട്ടോറിക്ഷ ഡ്രൈവറായ വേണു മരണപ്പെട്ടതടക്കമുള്ള സാഹചര്യങ്ങൾ, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള, ഇങ്ങനെയുള്ള വിവിധ വിഷയങ്ങൾ, ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനകീയ പ്രശ്നങ്ങൾ. അതുകൂടാതെ ജനങ്ങളെ സർക്കാർ ദ്രോഹിച്ച കറണ്ട് ചാർജ് കൂട്ടിയതും, വെള്ളക്കരം കൂട്ടിയതും, ബസ് ചാർജ് കൂട്ടിയതും, ഭൂനികുതി കൂട്ടിയതും, കെട്ടിട നികുതി കൂട്ടിയതും, രജിസ്ട്രേഷൻ ഫീസ് കൂട്ടിയതും, പെർമിറ്റ് ഫീസ് കൂട്ടിയതും, എന്തിനേറെ കോർട്ട് ഫീസ് കൂട്ടിയതടക്കമുള്ള കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞങ്ങൾ പ്രസംഗിച്ചതിനേക്കാളൊക്കെ ഉപരിയായി ആ വിഷയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് ഒരു പാട്ട് കാരണമായി എന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പിറ്റേ ദിവസം, അതായത് കൗണ്ടിങ് കഴിഞ്ഞ് ഫലം പ്രഖ്യാപിച്ചതിൻ്റെ പിറ്റേ ദിവസം ഡൽഹിയിൽ കേരള ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഞാൻ പറയുകയുണ്ടായി. പറഞ്ഞ കൂട്ടത്തിൽ ഞാനൊരു കൗതുകം കൂടി ആ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചു. അത് വേറൊന്നുമല്ല, ഞങ്ങൾക്ക് 1 രൂപയുടെ ചിലവുണ്ടായിരുന്നില്ല ഈ പാട്ട് പ്രചരിക്കുകയും, ഈ പാട്ട് സമൂഹ മാധ്യമങ്ങളിലാണ് ആദ്യം വന്നത്, അവിടെ നിന്നും ജനങ്ങൾ ഈ പാട്ട് ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്തു. ഞങ്ങൾക്ക് 1 രൂപ ചിലവില്ല എന്ന് മാത്രമല്ല, ഇത് എഴുതിയ ആളെ ഞങ്ങൾക്കറിയില്ല, പാടിയ ആളെ ഞങ്ങൾക്കറിയില്ല. പക്ഷേ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ വിഷയം ജനങ്ങളിലേക്ക് ആഴത്തിലെത്തിക്കുന്നതിന് ഈ പാട്ട് കാരണമായി എന്നുള്ള കാര്യം പറയുകയുണ്ടായി. അന്ന് തന്നെ നിങ്ങൾ മാധ്യമപ്രവർത്തകർ നിങ്ങൾ അന്വേഷണം നടത്തി ഈ എഴുതിയ കുഞ്ഞബ്ദുള്ള എന്ന പ്രവാസി എഴുത്തുകാരനെ, അദ്ദേഹം 600ഓളം പാട്ടുകൾ ഇതിനു മുമ്പ് എഴുതിയിട്ടുള്ള ആൾ കൂടിയാണ്, അദ്ദേഹത്തെ കണ്ടെത്തി. പാട്ട് പാടിയ ഡാനിഷ് എന്ന് പറഞ്ഞ മിടുക്കനായ ചെറുപ്പക്കാരനെ കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അഭിമുഖമൊക്കെ മാധ്യമങ്ങൾ കൊടുത്തു. അതിനുശേഷമാണ് പിന്നീട് ഇത് മാധ്യമങ്ങളിൽ നിറയുന്നതും. ഇപ്പോൾ അത് കേസ് പോകുന്നു. ആ എഴുതിയ ആൾക്കെതിരെയും പാടിയ ആൾക്കെതിരെയും അണിയറയിൽ പ്രവർത്തിച്ചവർക്കെതിരെയും ഒക്കെ കേസെടുക്കുന്നു എന്ന നിലയിലേക്ക്, അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ ഒരവസ്ഥയിലേക്ക്, മലയാളി സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ സാഹചര്യം എത്തിയത്. താങ്കൾ ചോദിച്ച ചോദ്യം ശരിയാണ്. ഈ പാട്ട് തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള എന്ന വിഷയത്തെ ജനങ്ങളുടെ ഇടയിൽ സജീവമാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. അത് ആ എഴുതിയ എഴുത്തുകാരൻ ഈ വിഷയത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സർഗാത്മകമായ പ്രതിഷേധമാണ്. ശ്രീ PC വിശ്വനാഥ്, ഇപ്പോൾ ഈ പാട്ട് കേസായല്ലോ. ഇപ്പോൾ തിരുവനന്തപുരം സൈബർ പോലീസ് ഇന്നലെ എടുത്തിരിക്കുന്ന ഒരു കേസിൽ മതവികാരം വ്രണപ്പെട്ടു എന്ന പരാമർശമാണുള്ളത്. ഇപ്പം അയ്യപ്പ ഭക്തരുടെ വികാരം വ്രണപ്പെട്ടെങ്കിൽ ആരെങ്കിലും പറയേണ്ടതാണല്ലോ. അപ്പം അങ്ങനെ ആരെങ്കിലും വന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞു കേട്ടില്ല. ഇതിപ്പോൾ അങ്ങനെ വന്ന് പറഞ്ഞില്ലെന്ന് മാത്രമല്ല, ആരുടെയെങ്കിലും വികാരം വ്രണപ്പെട്ടോ എന്ന് ആളുകളുടെ വീട്ടിൽ കയറി ചോദിക്കുന്ന ഒരു അവസ്ഥ കൂടെയുണ്ട്. ഇന്നലെ നിയമവിദഗ്ധർ പലരും മാധ്യമങ്ങളിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു.
കാരണം ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് യഥാർത്ഥത്തിൽ നിയമത്തിൻ്റെ ദുരുപയോഗമാണ്. സ്വാഭാവികമായത് നിയമക്കോടതിയുടെ പരിശോധനയിൽ വരുമ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഈ പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയേ, സ്വർണപ്പാളികൾ മാറ്റിയേ, ശാസ്താവിൻ ധനമൂറ്റിയേ, സ്വർണം കട്ടവൻ ആരപ്പ, സഖാക്കളാണേ അയ്യപ്പ, ലോഹം മാറ്റിയതാരപ്പ, സഖാക്കളാണേ അയ്യപ്പ. ഇതിലെവിടെയാണ് മതവികാരം വ്രണപ്പെടുന്ന ഒരു വാക്കെങ്കിലും ഉള്ളത്, ഒരു വരിയെങ്കിലും ഉള്ളത്? ഇത് സ്വർണം കട്ടതിനോടുള്ള ഒരു എഴുത്തുകാരൻ്റെ സർഗാത്മകമായ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം. ഇത് പൊളിറ്റിക്കൽ സോങ് ആണ്, ഇത് രാഷ്ട്രീയ പാട്ടാണ്. പാരഡി രാഷ്ട്രീയമാകുന്നത് എത്രയോ കാലമായിട്ട് നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇപ്പം ഇതിൽ ഏത് മതവികാരമോ അല്ലെങ്കിൽ വിശ്വാസിയുടെ വികാരമോ അവർക്ക് വേദനയോ ഉണ്ടായത് എപ്പോഴാണ്? ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ ദ്വാരപാലക വിഗ്രഹം പോലും അടിച്ചു മാറ്റി കൊള്ള നടത്തുന്ന രൂപത്തിലേക്ക് വന്നല്ലോ ഭഗവാനെ എന്ന വേദന ഈ സ്വർണ്ണക്കൊള്ളയുടെ വാർത്തകൾ പുറത്തു വന്നപ്പോൾ വിശ്വാസികൾക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിശ്വാസിക്ക് വേദന ഉണ്ടായത് ശബരിമല അയ്യപ്പനെ പോലും ഈ കൊള്ള സംഘം വെറുതെ വിടുന്നില്ലല്ലോ എന്നൊരു വേദന അവർക്കുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ വേദന കുഞ്ഞബ്ദുള്ളയ്ക്കും ഉണ്ടായി. അദ്ദേഹം ഇസ്ലാം മത വിശ്വാസിയാണെങ്കിലും വിശ്വാസിയാണ്. ആ വേദന ഒരു കലാകാരൻ എന്ന നിലയിൽ നമുക്കറിയാലോ, കലാകാരന്മാർ ഏതു മതത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ ആത്യന്തികമായി കലാകാരന്മാരാണ്. ഏറ്റവും മനോഹരമായ ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ എഴുതിയിരിക്കുന്ന ആൾ യൂസഫ് അലി കേച്ചേരിയാണ്. അതുപോലെ ശബരിമലയിലെ നടയടയ്ക്കുന്ന സമയത്ത് അവിടെ കേൾക്കുന്ന ഹരിവരാസനം പാടുന്നത് മലയാളിയുടെ ഗന്ധർവ ഗായകനായ യേശുദാസാണ്. കലാകാരന് ജാതിയും മതമൊന്നുമില്ലെന്നേ, അവന് കല മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്തരത്തിലൊരു കലാകാരൻ്റെ ആശയപ്രകാശനത്തിന് നേരെ ഒരു ഗവൺമെൻറ് നിയമത്തിൻ്റെ ദുരുപയോഗം നടത്തിക്കൊണ്ട് ഒരു കേസ് എടുത്തിരിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പാരഡി, ഞാൻ ഈ കുഞ്ചൻ നമ്പ്യാർ വ്യവസ്ഥിതിക്കെതിരെ കലഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഓട്ടൻതുള്ളൽ എന്ന് പറഞ്ഞൊരു കലാരൂപം കൊണ്ടുവന്നത്. ഇപ്പോൾ കുഞ്ചൻ നമ്പ്യാരൊക്കെ ഈ കാലത്താണ് ജീവിച്ചിരുന്നെങ്കിൽ പഴയ നിയമം ഇപ്പോൾ പുതിയ ഭാരതീയ ന്യായ സംഹിതയിൽ അതിന് എനിക്ക് 154 ആയിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. അല്ലെങ്കിൽ 120 120 വകുപ്പ് പ്രകാരം കുഞ്ഞൻ നമ്പ്യാർക്കെതിരെ കേസെടുത്തേനെ ഇവർ. ഇപ്പോൾ ഈ കുഞ്ഞബ്ദുള്ളക്കെതിരെ കേസെടുത്ത പോലെ. കാരണം പാൻഡന്നായുടെ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞത് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഒരു വിമർശനമായിട്ടാണ്. ഞാൻ ഭരണകൂടത്തിനെ അവഹേളിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് 120 പ്രകാരം കുഞ്ചൻ നമ്പ്യാർക്കെതിരെ ഇവർ കേസെടുത്തേനെ. ഒരു പാട്ടിനെ കുഞ്ഞബ്ദുള്ള പറഞ്ഞ വാക്ക് ഞാൻ ഈ ചർച്ചയിൽ ആവർത്തിക്കട്ടെ, ഈ ഷോയിൽ ആവർത്തിക്കട്ടെ. 100 വർഷം പാരമ്പര്യമുള്ള ഒരു പാർട്ടിക്ക് 2 വരിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ലേ? 2 വരി വരുമ്പോൾ അവർ കിടുങ്ങുമോ? അവർ പേടിക്കുമോ? അവരെന്നിട്ട് ഇതിനെ ട്വിസ്റ്റ് ചെയ്ത് എവിടെയാണ് കൊണ്ടുപോകുന്നത്? മലയാളി ഇതൊക്കെ ഈ രൂപത്തിൽ എടുക്കുന്നവരാണോ? ഈ കുത്തിത്തിരിപ്പുമായിട്ട് വന്നാൽ കുഞ്ഞബ്ദുള്ള ഇതാ അയ്യപ്പൻ്റെ പാട്ട് വെച്ച് അയ്യപ്പനെ അപമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ആ നിലയ്ക്ക് കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകാൻ പാടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടിയല്ലേ CPM. അവർക്ക് കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അവർ തോറ്റുവന്നിരിക്കട്ടെ. തെരഞ്ഞെടുപ്പ് അവർ മുമ്പും തോറ്റിട്ടില്ലേ? ഇപ്പോൾ ആദ്യമായിട്ടാണോ CPM തെരഞ്ഞെടുപ്പ് തോക്കുന്നത്? ഒരു തെരഞ്ഞെടുപ്പ് തോക്കുമ്പോൾ ഉത്തരവാദിത്തം മറക്കാൻ പാടുണ്ടോ? കേരളത്തോട് മതേതര സമൂഹത്തോടൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഈ പാട്ട് ഇറങ്ങിക്കൊണ്ടിരുന്ന ആളുകൾ അവരെ പരിഹസിക്കത്തില്ലേ? ഈ പാട്ടിനെതിരെ, അതായത് പാരഡി പാട്ടിനെതിരെ പരാതി കൊടുക്കുന്നത് പാരഡിയേക്കാൾ വലിയ കോമഡിയാണ്. പാരഡിയേക്കാൾ വലിയ കോമഡിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ പോലും അറിയുന്നില്ല. തീർച്ചയായിട്ടും ശ്രീ PC വിശ്വനാഥ്, ഇതിപ്പം ഈ രാഷ്ട്രീയ കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ അതല്ലെങ്കിൽ രാഷ്ട്രീയ എതിരാളികൾക്കെതിരെയൊക്കെ പാരഡി വരുന്നത് കേരളത്തിൽ ആദ്യമില്ല. കാരണം പണ്ട് ഈ അന്തരിച്ച വലിയ കലാകാരൻ കലാഭവൻ മണി K കരുണാകരനെതിരെ പാടിയ പാരഡി അദ്ദേഹം അടക്കം ആസ്വദിച്ച് കേട്ടൊരു നാടാണിത്. അപ്പം ഇവിടുത്തെ പ്രശ്നം അയ്യപ്പനല്ല, ഇപ്പം സ്വർണ്ണക്കൊള്ളയാണോ ആരുടെയെങ്കിലുമൊക്കെ വികാരം വ്രണപ്പെടുത്തിയെന്ന ചർച്ചകൾ ഒരു വശത്തുണ്ട്. ഈ പാട്ടെഴുതിയ കുഞ്ഞബ്ദുള്ള കഴിഞ്ഞ ദിവസം അടക്കം പറഞ്ഞത് കേസായാൽ കോൺഗ്രസിന്റെ അഡ്വക്കേറ്റ്സ് ഒക്കെ റെഡിയാണെന്നാണ്. അപ്പോൾ അങ്ങനെ തന്നെയാണോ? എങ്ങനെയാവും ഈ കേസിനെ കോൺഗ്രസ് നേരിടുക? PC വിശ്വനാഥ്, കുഞ്ഞബ്ദുള്ളയുടെ കാര്യത്തിൽ മാത്രമല്ല, നാളെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിശാഗന്ധിയിൽ അല്ലെങ്കിൽ ടാഗോർ തിയേറ്ററിൻ്റെ മുമ്പിൽ വലിയ പ്രകടനങ്ങളൊക്കെ ഉണ്ടായി. എന്തിനു വേണ്ടിയിട്ടാണ്? ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അവിടെ അത് നടത്തുകയും ഇങ്ങോട്ട് വന്നിട്ട് ഒരു കൊച്ചു പാട്ടിനെതിരെ
പിന്നെ പരാതി കൊടുക്കുക, ആ പരാതിയിൽ മേൽ കേസെടുക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ഇരട്ടത്താപ്പ് തുറന്നു കാട്ടപ്പെടുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു കലാകാരൻ അദ്ദേഹത്തിൻ്റെ ആശയപ്രകാശനം നടത്തിയതിൻ്റെ പേരിൽ നിയമ നടപടികൾ നേരിടേണ്ടി വന്നാൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ആ കലാകാരന്മാരെ സംരക്ഷിക്കും. അതിനെന്താ കുഴപ്പം? ഞാൻ നേരത്തെ താങ്കൾ പറഞ്ഞല്ലോ, ലീഡർ കരുണാകരൻ, ഇവരൊക്കെ അദ്ദേഹത്തെയൊക്കെ മാതൃകയാക്കേണ്ടി. ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെല്ലാം ആക്ഷേപങ്ങൾ പറഞ്ഞും എഴുതിയും പിടിപ്പിച്ചും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ മഹാന്മാരായിട്ടുള്ള ആളുകളുടെ എഴുത്തുകളൊക്കെ ഞാൻ അന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. മഹാന്മാരായ എഴുത്തുകാർ, കൊച്ചിയിലുള്ള ഒരു സംഗീത സംവിധായകൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, ഉമ്മൻചാണ്ടിയെക്കുറിച്ച് വളരെ മോശമായി അക്കാലത്തിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴും സംഗീതം ചെയ്യുന്നയാളാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിലൊന്നും സജീവ രാഷ്ട്രീയത്തിലുള്ള ആളെയല്ല, അതിൻ്റെ ആവശ്യമൊന്നുള്ള ആളല്ല. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ആഭിമുഖ്യത്തിൻ്റെ പേരിലോ അദ്ദേഹത്തിനെ കൊണ്ട് ആരെങ്കിലും ചെയ്യിച്ച എന്തെങ്കിലും ആവട്ടെ, ഞങ്ങളൊന്നും ഒന്ന് കണ്ട പാവം പോലും നടിച്ചില്ലെന്ന്. എന്തിനാണ് ഇതിൻ്റെ പിന്നാലെയൊക്കെ പോണത്? അവർ വഴിക്ക് പോട്ടെ എന്ന് കരുതണം. ലീഡർ പറഞ്ഞല്ലോ, ലീഡറിനെതിരെ പാരഡി ഉണ്ടാക്കി, ലീഡറിനെതിരെ എത്രയോ നാടകങ്ങൾ വന്നു, എത്രയോ സിനിമയിൽ അദ്ദേഹത്തെ കളിയാക്കുന്ന കഥാപാത്രങ്ങളുണ്ടായി. ലീഡർ അങ്ങോട്ടെങ്ങാനും പോയിട്ടുണ്ടോ? അദ്ദേഹത്തിന് ആ കാലത്തെ അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ, രാഷ്ട്രീയത്തെ വിമർശിക്കുന്ന ഒരു സിനിമയ്ക്ക് അദ്ദേഹം പിന്നെ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ആ സിനിമയ്ക്ക് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടി. കാരണം അദ്ദേഹം അതിലൊന്നും ഇടപെടാൻ പോകാറില്ല. അദ്ദേഹത്തെ വിമർശിക്കുന്ന സിനിമയാണോ, അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനെ വിമർശിക്കുന്ന സിനിമയാണോന്നോ ഒന്നും നോക്കാറില്ല. അതൊക്കെ സിനിമ ചലച്ചിത്ര അവാർഡ് പിന്നെ കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്ന ജൂറി തീരുമാനിച്ച് ആർക്കെങ്കിലും കൊടുത്തോട്ടെ എന്ന് കരുതുന്നതാണ് ഒരു പാരമ്പര്യം. അത് കേരളത്തിലിപ്പം ഞാൻ ചോദിക്കുന്നത്, കേരളത്തിലെ പുരോഗമന കലാ സാഹിത്യ സംഘം എന്ന് പറയുന്ന സംഘടനയുണ്ട്, CPM-ൻ്റെ അനുഭാവികളാണ്. അതുപോലെ ഇവിടെ കുറേ എഴുത്തുകാരുണ്ട്. അവരൊക്കെ ഈ മൗന വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണോ? ഇങ്ങനെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെ ഒരു കേസ് വന്നിട്ട് കേരളത്തിലെ എല്ലാത്തിനും ആമസോണിൻ്റെ കാർഡ് കത്തുമ്പോൾ പ്രതികരിക്കേണ്ടതാണ്. ആമസോൺ കാർഡ് കത്തുന്നത് വലിയ ഒരു പാരിസ്ഥിതികമായ പ്രശ്നമാണ്. ആ കാര്യങ്ങളിലടക്കം പ്രതികരിക്കുന്നവരാണല്ലോ നമ്മൾ. പ്രതികരിക്കണം, മലയാളിയുടെ പ്രബുദ്ധതയാണത്. അങ്ങനെ പ്രതികരിക്കുന്ന കേരളത്തിലെ എഴുത്തുകാരും സാമൂഹ്യ പ്രവർത്തകരും സാംസ്കാരിക പ്രവർത്തകരും ഈ ഒരു 600ഓളം പാട്ടുകൾ എഴുതിയ ഒരു മനുഷ്യനെതിരെ ഒരു കള്ളക്കേസ് ഒരു ഭരണകൂടം എടുക്കുമ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ച് അദ്ദേഹത്തിനൊപ്പം എന്ന് പറഞ്ഞിട്ട് രംഗത്ത് വരണ്ടേ? അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിനിമ കാണിക്കില്ലെന്ന് കേന്ദ്രം പറഞ്ഞപ്പോൾ ഇവിടെ സർക്കാർ സിനിമ കാണിക്കുമെന്നൊരു നിലപാടെടുത്തു, കാണിച്ചു. ഇവിടെ പാട്ട് പാടരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ പാട്ട് തുടർന്ന് പാടാൻ തന്നെയാണോ കോൺഗ്രസിന്റെ തീരുമാനം? കേരളത്തിൽ 10,000 ആളുകൾ റോട്ടിലിറങ്ങി നിന്നിട്ട് പിന്നെ സ്വർണം കട്ടവനാരപ്പ, അതിൻ്റെ കൂടെ ഇനി പരാതി കൊടുത്തവനാരപ്പ എന്നൊക്കെ പാടി ഇവരെന്ത് ചെയ്യും? 10,000 ആളെ പിടിച്ച് ജയിലിലിടൂ. ഇത് പാട്ടൊക്കെ പാടൂലേ ആളുകൾ? ഇനി ഇപ്പോൾ പാട്ട് നിൽക്കുന്നുണ്ടോ? ഇവരിപ്പോൾ ചെയ്തിരിക്കുന്ന മണ്ടത്തരം എന്താ? ഇലക്ഷന് ശേഷവും ഈ പാട്ട് ആളുകളെ കൊണ്ട് പാടിപ്പിക്കുകയും ഈ പാട്ട് ചാനലിൽ കൂടെ കേൾപ്പിക്കുകയും ഈ പാട്ടിനെ കുറിച്ചുള്ള ചർച്ച നടത്തിക്കുകയും ഒക്കെ ചെയ്ത് ഈ പാട്ടിനെ വീണ്ടും സജീവമാക്കിയില്ലേ ഗവൺമെൻറ് ചെയ്തത്? അല്ലേ ചെയ്തത്? എന്താ ഇവർ ചെയ്തത്? ഇവർക്ക് ചെയ്ത് ഈ പ്രവൃത്തി കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടോ? ഒരു കാര്യം ചെയ്യുമ്പോൾ ഒരു ഗുണം ഉണ്ടാവണ്ടേ? ഒരു ഗുണമുണ്ടായി. ഇപ്പം ഞാൻ ചോദിക്കുന്നത്, നാളെ 10,000 ആളുകൾ റോഡിലോട്ടിറങ്ങി ഈ പാട്ട് പാടിയിൽ എന്ത് ചെയ്യും? 10,000 പേരെ പിടിച്ച് ജയിലിലിടുമോ? ഇപ്പോൾ പാടിക്കൊണ്ടിരിക്കുമല്ലേ ആളുകൾ എല്ലായിടത്തും. കുഞ്ഞബ്ദുള്ള അദ്ദേഹത്തിൻ്റെ ഹൃദയവേദന കൊണ്ട് എഴുതിയ പാട്ട് ഇപ്പോൾ കോടിക്കണക്കിന് മനുഷ്യരിപ്പോൾ, ഞാൻ കഴിഞ്ഞ ദിവസം എന്നോടൊരു സ്നേഹിതൻ പറഞ്ഞത്, ഈ ആന്ധ്രയിൽ നിന്ന് വരുന്ന അയ്യപ്പ ഭക്തന്മാരുടെ വണ്ടിയിൽ ഈ പാട്ടായിട്ടേക്കുന്നത്. അവർ വിചാരിച്ചിരിക്കുന്നത് ഇത് ശരിക്കുമുള്ള അയ്യപ്പ ഭക്തഗാനമാണ്, അവർക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവുന്നില്ല. അപ്പോൾ അവർ ഇത് സ്വർണം കട്ടവനാരപ്പ എന്നൊക്കെ പറഞ്ഞ് ഈ പാട്ടും കേട്ടാണ് ആന്ധ്രയിൽ നിന്ന് ശബരിമലയിലേക്ക് വരുന്നത്. അത്രയും പോപ്പുലറാക്കി മാറ്റിയല്ലേ ഈ പാട്ടിനെ. അപ്പോൾ ഈ കലയ്ക്കൊരു ശക്തിയുണ്ട്, അത് അറിയാവുന്നവരായിരുന്നു. ഇപ്പം MA ബേബിയെ പോലെ ഒരാളാണ് CPM-ൻ്റെ ദേശീയ സെക്രട്ടറി. അദ്ദേഹം ഇപ്പോൾ ഇന്ത്യയിലെ അറിയപ്പെടുന്ന ഒരു കലാ ആസ്വാദകനും കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുമാണ്. അദ്ദേഹമൊക്കെ കാണുന്നില്ലേ ഇത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ അനുഭാവികളായിട്ടുള്ള ആളുകളല്ലേ ഇപ്പോൾ ഈ പരാതി കൊണ്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമൊക്കെ പറയണ്ടേ, ഒരു പാട്ടാണിത്, പാട്ടിൻ്റെ വഴിക്ക് വിട്. ഇതിപ്പോ കേസൊക്കെ എടുത്തെങ്കിലും തിടുക്കപ്പെട്ട ഒരു നടപടിയിലേക്ക് പോകേണ്ട എന്നാണ് നിലവിലെ പോലീസിന്റെ തീരുമാനമെന്ന് തോന്നുന്നു. കാരണം രാവിലെ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. ഇതിന്റെ നിയമവശങ്ങളും കാര്യങ്ങളൊക്കെ പരിശോധിച്ച ശേഷം മാത്രമേ തുടർ നടപടിയിലേക്ക് നീങ്ങുമെന്നാണ് അറിയാൻ പറ്റുന്നത്. ഇപ്പൊ കേസൊക്കെ എടുത്തിട്ടുണ്ട്, നടപടിക്രമങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. ഇനിയിപ്പം ഈ കേസിനെ, ഈ വിഷയത്തെ എങ്ങനെയാവും നേരിടുക കോൺഗ്രസ്? ഒന്നാമത് ഞങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരാരുമല്ല ഇവർ.
ഞാൻ അതുകൊണ്ടാണല്ലോ നിങ്ങൾ എൻ്റെ ഈ വിവാദവും കേസും പരാതിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് 14-ാം തീയതി രാവിലെയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഡൽഹിയിലെ കേരള ഹൗസിൽ 14-ാം തീയതി ഞായറാഴ്ച ഞാൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ അതൊന്ന് കേട്ടു നോക്കിയാൽ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് പോലും അറിയാത്ത, ഞങ്ങൾ പിന്നെ ബന്ധമില്ലാത്ത, ഞങ്ങൾക്ക് 1 രൂപ ചെലവില്ലാതെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, ആരോഗ്യ മേഖലയിലെ തകർച്ച, ആശാവർക്കർമാരുടെ സമരം അടക്കം കൊണ്ടുവന്ന വിഷയങ്ങളിൽ ഒന്നായ ശബരിമല സ്വർണ്ണക്കൊള്ള, ആ വിഷയത്തിൽ ഈ പാട്ട് ഞങ്ങൾക്ക് ഗുണമായെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരല്ല, എന്നാൽ പോലും ഒരാവിഷ്കാര സ്വാതന്ത്ര്യം, ഒരാശയപ്രകാശനം, ഒരു പാട്ട് പാടി അവരുടെ പ്രതിഷേധം അറിയിച്ച ഒരു പറ്റം കലാകാരന്മാർക്കെതിരെ, അത് കുഞ്ഞബ്ദുള്ളയാകട്ടെ, ഡാനിഷ് ആകട്ടെ, അവർക്കെതിരെ നിയമ നടപടിയുമായിട്ടൊരു ഗവൺമെൻറ് പോയാൽ അവരെ പിന്തുണയ്ക്കും. അവരെ ഞങ്ങൾ പിന്തുണച്ചില്ലെങ്കിലും പിന്തുണയ്ക്കേണ്ട ഒരുപാട് ആളുകൾ, മലയാളികളുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങളും നിറവേറ്റും, ഒരു സംശയം വേണ്ട. ഓക്കെ, ശ്രീ പി സി, ഇനിയിപ്പോൾ മറ്റൊരു വിഷയത്തിലേക്ക് വന്നാൽ, ഇപ്പോൾ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള മറ്റൊരു കാര്യത്തിലേക്ക് വന്നാൽ, ഇപ്പം CPIM ഇപ്പോഴും തോൽവി അംഗീകരിച്ചു എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ? കാരണം CPI വിലയിരുത്തിയത് ഭരണവിരുദ്ധ വികാരമുണ്ട്, സ്വർണ്ണക്കൊള്ള അടക്കം ആളുകൾ ചർച്ച ചെയ്തു എന്നാണ്. പക്ഷേ CPIM-ന്റെ വിലയിരുത്തൽ അങ്ങനെ ആയിരുന്നില്ല. ഒടുവിൽ ഇടതുമുന്നണി യോഗം ചേർന്ന് കൂട്ടായി പറഞ്ഞു ഇത് രണ്ടുമില്ലെന്ന്, ഭരണവിരുദ്ധ വികാരവുമില്ല, സ്വർണ്ണക്കൊള്ളയും ചർച്ചയായിട്ടില്ല എന്നുള്ള കാര്യം. ആ ഒരു വിലയിരുത്തലിലേക്ക് LDF മൊത്തത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ തോറ്റിട്ടില്ലേ എന്നൊരു സംശയം കോൺഗ്രസിനുണ്ടോ? ഇപ്പം 500-ലധികം പഞ്ചായത്തുകൾ കോൺഗ്രസിലേക്ക് വന്നു. 4 കോർപ്പറേഷനിൽ CPM പരാജയപ്പെട്ടു. അത് അവർ അധികാരത്തിലിരുന്ന കോർപ്പറേഷനുകളാണ്. ഭൂരിപക്ഷം ജില്ലാ പഞ്ചായത്തുകൾ അവർ പരാജയപ്പെട്ടു, ഭൂരിപക്ഷം മുനിസിപ്പാലിറ്റികളിൽ അവർ പരാജയപ്പെട്ടു, ഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ അവർ പരാജയപ്പെട്ടു. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ, UDF-ന് ചരിത്രത്തിൽ ഉണ്ടാകാത്ത തരത്തിലുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നേട്ടമുണ്ടായി. ഇത് ഗവൺമെൻറ്റിൻ്റെ പരാജയമല്ല, പാർട്ടി പരാജയപ്പെട്ടിട്ടില്ല എന്നൊക്കെ പറയുന്നത് മുമ്പ് കാലത്തൊക്കെ ആണെങ്കിൽ, പണ്ടൊക്കെ ഈ ശതമാനം പറഞ്ഞെങ്കിലും വരാമായിരുന്നു. ഇപ്പോൾ ശതമാനം പരിശോധിച്ചാൽ ശതമാനത്തിലും പുറകിലാണ്, സീറ്റുകളുടെ എണ്ണത്തിൽ പുറകിലാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എണ്ണത്തിൽ പുറകിലാണ്, ശതമാനത്തിൽ പുറകിലാണ്. എന്ത് കാര്യം പറഞ്ഞിട്ടാണ് ഇവർ തോറ്റിട്ടില്ല എന്ന് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. അത് ആരോ പറയണത് പോലെ ഇവരെ തോൽപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് ഇവർ തോറ്റു എന്നിവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന്. അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. അത് ഞങ്ങൾക്കും കഴിയില്ല, നിങ്ങൾക്കും കഴിയില്ല. അവരങ്ങനെ വിശ്വസിച്ച് അവരങ്ങനെ നിന്നോട്ടെ. അവർ പിന്നെ ഒരു തിരുത്തലും വരാതെ മുന്നോട്ട് പോകാനാണെങ്കിൽ ജനം ഇപ്പോൾ കൊടുത്തതിന്, ഇപ്പോൾ ഈ പോറ്റിയെ പാട്ടിനെതിരായിട്ടുള്ള കേസൊക്കെ എടുത്ത സാഹചര്യത്തിൽ ഈ മാസം ഒരു ഇലക്ഷനും കൂടെ നടത്തിയ ഇപ്പോൾ ജയിച്ച പഞ്ചായത്തുകളിൽ 100 കൂടെ പോയി കിട്ടും. ഈ തിരിച്ചറിവ് എന്നാണ് അവർക്ക് ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അത് ഉണ്ടാകാത്തത്? ഇതിൻ്റെ ഉത്തരം തരേണ്ടത് ഞാനല്ല. ഈ ചോദ്യം ചോദിക്കേണ്ടത് CPM നേതാക്കന്മാരോടാണ്. ഓക്കെ, ശ്രീ പി സി വിശ്വനാഥ്, ഒരു കാര്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കും. ഇപ്പം കഴിഞ്ഞ തവണ ഇടതുകോട്ടയായ കൊല്ലത്തെ കുണ്ടറയിൽ വിജയിച്ചു തെളിയിച്ച ആളാണ് അങ്ങ്. ഇപ്പം സമാനമായി കരുനാഗപ്പള്ളിയിൽ CR മഹേഷും. അപ്പോൾ 2021 തന്നെ കോട്ട പൊളിക്കാം എന്ന് തെളിയിക്കപ്പെട്ടതാണ്. അപ്പം ഈ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്ന ആ 100 സീറ്റിൽ ഇനിയും ഇടതുകോട്ടകൾ പൊളിയുമോ? ഉറപ്പായിട്ടുണ്ടാവുന്നേ. താങ്കൾ ശരിയാമണ്ണം പറഞ്ഞതുപോലെ 21-ൽ 16-ൽ കൊല്ലം ജില്ലയിൽ നിന്നും കോൺഗ്രസ്സിന് ഒരു MLA പോലും ഉണ്ടായിരുന്നില്ല. 21 ആയപ്പോൾ അത് കരുനാഗപ്പള്ളിയും കുണ്ടറയും എന്ന 2 സീറ്റുകൾ ഞാനും ശ്രീ CR മഹേഷും വിജയിച്ചു. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ വരുമ്പോഴേക്കും അതിലേക്ക് കൂടുതൽ സീറ്റുകൾ ലോക്കൽ ബോഡിയിൽ ഇപ്പോൾ തന്നെ ഭൂരിപക്ഷം നേടി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇനി ലോക്കൽ ബോഡിയിൽ പോലും, കാരണം ലോക്കൽ ബോഡിയിൽ പലപ്പോഴും പ്രാദേശികമായ സാഹചര്യങ്ങളാണ് സംസ്ഥാന രാഷ്ട്രീയം കൂടെ തന്നെ കടന്നു വരുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ലോക്കൽ ബോഡിയിൽ പിന്നിൽ വന്ന സ്ഥലങ്ങളിൽ പോലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ അട്ടിമറികളുണ്ടാകും. കോട്ട എന്നൊന്നും പറഞ്ഞ് ഒന്നുമില്ല, ഒരാൾക്കും ഒരു കോട്ടയുമില്ല, ഏത് കോട്ടയും പൊളിക്കപ്പെടാം. അപ്പോൾ അതുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ UDF-ന് നിർണായകമായ സംഭാവനകൾ നൽകുന്ന ജില്ലകളിൽ ഒന്നായിട്ട് കൊല്ലം ജില്ല മാറും. അതിൻ്റെ തുടക്കമാണ്. ആരും പ്രതീക്ഷിച്ചില്ലല്ലോ കൊല്ലം കോർപ്പറേഷൻ UDF ഭരിക്കുമെന്ന്. ഞങ്ങൾ പറഞ്ഞാൽ ആളുകൾ ചിരിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പൊക്കെ. ഞങ്ങൾ ഇത്തവണ കൊല്ലം പിടിക്കും, ഞങ്ങൾ പറഞ്ഞത് ഈ കൊല്ലം മാറും, അത് ഇക്കൊല്ലം മാറും എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ആരും വിശ്വസിച്ചില്ല. പക്ഷേ അത് യാഥാർത്ഥ്യമായി. കൊല്ലം കോർപ്പറേഷൻ്റെ ചരിത്രത്തിലാദ്യമായി, കൊല്ലം കോർപ്പറേഷൻ രൂപീകരിച്ചിട്ട് ആദ്യമായി
LDFനെ പരാജയപ്പെടുത്തി UDF അവിടെ വിജയിച്ചു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ ഒരു കോട്ടയും ഇല്ല, ഏത് കോട്ടയും നമുക്ക് പൊളിക്കാൻ പറ്റും. ആ ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഒരു സംശയം വേണ്ട. 2026 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ വരും. UDFന്റെ സത്യപ്രതിജ്ഞയിലേക്ക് ന്യൂസ് മലയാളത്തെ ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഓക്കെ, ശ്രീ PC വിശ്വനാഥ്, അപ്പം ഒത്തിരി സന്തോഷം ഞങ്ങൾക്കൊപ്പം ജോയിൻ ചെയ്തതിന്. അങ്ങേക്ക് നല്ലൊരു ദിവസം കൂടി ആശംസിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. ഓക്കെ.